പ്രിയപ്പെട്ടവരെ, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട MP ശ്രീ സദാനന്ദനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. ശ്രീ സദാനന്ദൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. ഇന്നലെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ അസാധാരണ സംഭവങ്ങളൊക്കെ അരങ്ങേറിയ ദിവസമായിരുന്നു. ലോക്സഭയിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ MM നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചു. സഭ അസാധാരണമായ സാഹചര്യത്തിൽ നിർത്തിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. രാജ്യസഭയിലും അങ്ങനെ തന്നെ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് അങ്ങ് കൃത്രിമക്കാലമൊക്കെ മേശപ്പുറത്ത് വെച്ച് സംസാരിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിനിടയൊക്കെ സാഹചര്യം ശ്രീ സദാനന്ദൻ? അതിൽ നിന്നും തുടങ്ങാം. ആദ്യമേ തന്നെ ആങ്കർ ബഹുമാന്യായ സേതുലക്ഷ്മിക്കും ന്യൂസ് മലയാളത്തിൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്നലെ രാജ്യസഭയിൽ ആരാധ്യായ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനാണ് പാർട്ടി എന്നെ നിയോഗിച്ചത്. രാജ്യസഭയിൽ എൻ്റെ നന്ദി പ്രമേയ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 30 വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന കൃത്രിമക്കാലുകൾ സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അത് ഒരുപാട് പ്രതീക്ഷകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം, ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തെ കലുഷിതമാക്കിക്കൊണ്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെതായ ദുരന്തപൂർണമായ സാഹചര്യം നമ്മൾ അനുഭവിച്ചതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അക്രമ രാഷ്ട്രീയത്തിൻ്റെ അന്തരീക്ഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പഴയതുപോലെ അക്രമം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പതിവായി കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും ഞങ്ങളുടെ പ്രതിയോഗികൾക്കും പൊതുസമൂഹത്തിനുമൊക്കെ ഏറെ സന്തോഷം പകർന്ന ഒരു പരിവർത്തനമാണ്. ആ പരിവർത്തനം സാധ്യമായത് അനേകം പ്രവർത്തകന്മാർ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനേകം പ്രവർത്തകന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ, അവരൊക്കെ നടത്തിയ അല്ലെങ്കിൽ അവർക്ക് നിർവഹിക്കേണ്ടി വന്ന ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ്. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അനേകം ആളുകൾ എന്നെപ്പോലെ അംഗവൈകല്യം നേരിടുന്നവരുണ്ട്, തടവറയിൽ പോകേണ്ടി വന്നവരുണ്ട്, ദുഃഖമനുഭവിക്കുന്ന, അനാഥത്വം അനുഭവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ ഒരു അന്തരീക്ഷം പ്രവർത്തനത്തിനിടയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല ആഗ്രഹിച്ചുകൊണ്ടോ അല്ല ഞങ്ങളാരും പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു. അത് അടുത്ത ദിവസം തന്നെ അല്ല അടുത്ത നിമിഷം തന്നെ അവസാനിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും ആ ആഗ്രഹത്തിന് ഫലം കണ്ടു തുടങ്ങി. കുറേ വർഷങ്ങളായിട്ട് ശാന്തമായ അന്തരീക്ഷമാണ്. അത് ശാശ്വതമായി നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് എൻ്റെ പ്രസ്ഥാനത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ. പക്ഷേ അടുത്ത കാലത്ത് അതിന് ഭംഗം വരുത്തുന്ന അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഒരു അറുതി വരുത്തുക, അത് തന്നെയാണ് വേണ്ടതും. ഇപ്പം പറഞ്ഞതുപോലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങയ്ക്കുൾപ്പെടെ സംഭവിച്ച നഷ്ടം അതൊന്നും ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയുന്നതുപോലെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊട്ടും കുറവില്ലാത്ത നാടല്ല കേരളം. ഇപ്പം CPIM പറയുമ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ മറുപടിയുമുണ്ട്. CPIM 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും കൊല്ലുമ്പോൾ അവിടെ പ്രതിസ്ഥാനത്തുള്ളത് RSSകാരാണ്. അങ്ങ് നേതൃത്വം നൽകുന്ന കാലത്തും കൊലപാതകങ്ങൾക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാട്ടിൽ ഉണ്ടാകരുതല്ലേ? അത് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യവും. അതെ, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആരാണോ ഇത്തരം സംഭവങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്
അവരുടെ ഉള്ളിൽ ഇതരുത് എന്നൊരു ചിന്ത അനിവാര്യമായും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഒരു സാമൂഹ്യ സമ്മർദ്ദം രൂപപ്പെടണം. സാമൂഹ്യ സമ്മർദ്ദം എന്ന് ഞാൻ പറയുമ്പോൾ ഇത് പാടില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. ആ തോന്നൽ അവരിലേക്ക് സന്നിവേശിപ്പിക്കണം. അതിന് ഈ തരം പ്രവർത്തികൾ തങ്ങളുടെ പ്രതിച്ഛായക്ക് വളരെ ദോഷം ചെയ്യും എന്നെങ്കിലും CPM മനസ്സിലാക്കണം. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജോൺ ബ്രിട്ടാസ് ഇന്നലെ ആ കാര്യങ്ങൾ പറഞ്ഞു. 200ഓളം പേര് അവരുടെ ആളുകൾ. ഞാൻ കണക്ക് കൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം എന്നെനിക്ക് താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പം ജോൺ ബ്രിട്ടാസിൻ്റെ പാർട്ടി ദശാബ്ദങ്ങളായിട്ട് മറ്റ് സംഘടനകളിൽപ്പെട്ട ആളുകളോട് കാണിക്കുന്ന അസഹിഷ്ണുതയും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന അനഭിലഷണീയമായ ഇത്തരം പ്രവർത്തനങ്ങളും അതാണ് കേരളത്തിൻ്റെ പൊതുവായ ചിത്രം. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുമായും അവർ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സംഘർഷം എന്ന് പറയാൻ കഴിയില്ല, ഏകപക്ഷീയമായ ആക്രമണം നടത്തിയിട്ടുണ്ട് എല്ലാവരായിട്ടും. അത് രാഷ്ട്രീയ കക്ഷികൾ തന്നെ വേണമെന്നില്ല. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വീട്ടമ്മമാർ, സാഹിത്യകാരന്മാർ, പത്രപ്രവർത്തകന്മാർ, അങ്ങനെയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൻ്റെ ഏത് തലത്തിൽപ്പെട്ട ആളുകളുമായും എപ്പോഴും സംഘർഷത്തിൻ്റെതായ സമീപനമാണ് CPM സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൽ CPIMൻ്റെ ആക്രമണത്തിന് വിധേയമായ ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ചില ഘട്ടങ്ങളിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവവുമാണ്, അത് നിഷേധിക്കുന്നതല്ല. ഒരുപാട് ആളുകൾ നിരന്തരമായി ഈ രീതിയിലുള്ള കാര്യങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ നിവൃത്തികേട് കൊണ്ട് എഴുന്നേറ്റൊന്ന് നിൽക്കാൻ, അരുതെന്ന് പറയാൻ, ഒന്ന് പ്രതിരോധിക്കാൻ ചിലർ മുന്നോട്ട് വരും. അതിൻ്റെ ഫലം CPM അനുഭവിച്ചിട്ടുണ്ട്. 200 എന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ CPIMൻ്റെ ആക്രമണത്തിന് വിധേയരായി ജീവൻ നഷ്ടപ്പെട്ടവരായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ പരിക്ക് പറ്റിയവരും വിഷമം അനുഭവിക്കുന്നവരായിട്ടുണ്ട്. അത് CPM എന്ന ഒരു പാർട്ടിയിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും നമുക്കറിയാമല്ലോ, ഏറ്റവും ആദരണീയരായ ആളുകൾ പോലും CPIMൻ്റെ ആക്രമണത്തിന് വിധേയനായിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ ചർച്ചയ്ക്ക് സെമിനാറിന് പോകുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെച്ചാണല്ലോ അംബാസിഡറായിരുന്ന ബഹുമാന്യനായ TP ശ്രീനിവാസൻ അവർകളെ കരണത്തടിച്ച് നിരത്ത് വീഴ്ത്തിയത്. അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. അവർക്ക് അഭികാമ്യമല്ല അല്ലെങ്കിൽ സ്വീകാര്യമല്ല എന്ന് തോന്നുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോടും ശാരീരികമായ പ്രതിരോധം അല്ലെങ്കിൽ ആക്രമണം സംഘടിപ്പിക്കുക എന്നുള്ളത് CPIMൻ്റെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലി കേരളത്തിൽ ഉണ്ടാകരുത്. പ്രബുദ്ധമായ കേരളമാണ്, ബോധവാന്മാരാണ് ആളുകൾ, സാക്ഷരരാണ്, അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ സംസ്കാര സമ്പന്നരാണ് എന്നൊക്കെ നാം പറയുമ്പോഴും ഇതൊരു കറുത്ത പാടായി കേരളത്തിൽ അവശേഷിക്കുകയാണ്. അപ്പൊ ആ ഒരു സംഭവം മേലിൽ എങ്കിലും ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസം എന്ന് ലോകത്തെ കാണിക്കണം. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സമാധാനമാണ്. എല്ലാവരും തമ്മിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി പോകുന്നു എന്ന് വെറുതെ പറയുന്ന പോലെയല്ല, അങ്ങനെ തന്നെ പോവുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. എല്ലാ പാർട്ടികളിലും എല്ലാ മുന്നണികളിലും ഒരു ന്യൂനപക്ഷം ആളുകൾ ഈ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രതീക്ഷാവഹവുമാണ്. ശ്രീ C. സദാനന്ദൻ, ഇനിയിപ്പം ബജറ്റിലേക്ക് വന്നാൽ കേരളത്തിൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനവും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല. ഇനി പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ C. സദാനന്ദൻ? ഇനി ഒരു പ്രഖ്യാപനം എന്തെങ്കിലും കേരളത്തിന് വേണ്ടി ഉണ്ടാകാനുള്ള വഴിയുണ്ടോ? നോക്കൂ, ദേശീയ ബജറ്റ്, കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ദേശീയ ബജറ്റ് അത് മുഴുവൻ രാഷ്ട്രത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിലെ ഏറ്റവും ആകർഷണീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ കേരളീയരും കൂടിയാണ്. കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, കേരളത്തിനായി എന്ന് പറഞ്ഞുകൊണ്ട് ബജറ്റിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ കേരള സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഓരോ ജില്ലകൾക്കും ഇന്ന ജില്ലകൾക്ക് ഇത്ര, ഇന്ന ജില്ല ഇത്ര എന്ന് നമുക്ക് ഇനംതിരിച്ച് പറയുന്നൊരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇന്ന സംസ്ഥാനങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്ത് മുഴുവൻ നമ്മുടെ ദേശീയ സമൂഹത്തിനും ക്ഷേമം കൈവരുത്താൻ കഴിയുന്ന ഒട്ടനേകം പദ്ധതികൾ, ദീർഘകാലീനമായ ഫലമുണ്ടാക്കാൻ കഴിയുന്ന
ജനങ്ങൾക്ക് ഗുണകരവും ഹിതകരവും രണ്ട് തരത്തിലുണ്ട്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതുമുണ്ട്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചിലതുണ്ടാകും. ഹിതകരം എന്ന് നമ്മൾ പറയും. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതും ജനങ്ങൾക്ക് ഹിതകരവുമായ പദ്ധതികൾ രാജ്യത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ കേരളീയരും കൂടിയാണ്. അപ്പം ദേശീയ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖല എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഗുണഭോക്താക്കൾ കേരളമാണ്. അപ്പം സ്ത്രീകൾക്ക് വേണ്ടി, വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ തുടങ്ങുന്ന കാര്യമാകട്ടെ, ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാകട്ടെ, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന പദ്ധതികളാവട്ടെ, ഇതിൻ്റെ എല്ലാം ഗുണഭോക്താക്കൾ കേരളം കൂടിയാണ്, മുഴുവൻ ഭാരതവുമാണ്. അപ്പോൾ മുഴുവൻ ഭാരതത്തിനു വേണ്ടിയാണ് ബജറ്റ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഭാരതത്തിനു വേണ്ടി പ്രഖ്യാപിക്കുന്ന ബജറ്റിലെ എല്ലാ പദ്ധതികളും കേരളത്തിനും ബാധകമാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനായി പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, എയിംസ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന പദ്ധതികൾ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഇനി ചർച്ചകളൊക്കെ നടക്കും. മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനും സംവദിക്കാനുമുള്ള അവസരമുണ്ട്. സർക്കാരുമായി ആശയവിനിമയം നടത്താനുള്ള അവസരമുണ്ട്. അത്തരം അവസരങ്ങളിൽ ഈ വിഷയങ്ങൾ നമുക്ക് ഉന്നയിക്കാവുന്നതും നേടിയെടുക്കാവുന്നതുമാണ്. നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ തന്നെ ഇപ്പം രാജ്യത്ത് ഒരു യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അപ്പോഴും പല സംസ്ഥാനങ്ങൾക്കും ഇപ്പൊ UP-ക്കാകട്ടെ, വെസ്റ്റ് ബംഗാളിനാവട്ടെ ഒക്കെയും തമിഴ്നാടിനാവട്ടെ ഒക്കെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനങ്ങളുണ്ടായി. പക്ഷേ കേരളത്തിന് മാത്രം ഈ പ്രഖ്യാപിക്കുന്നതിൻ്റെയൊക്കെ എല്ലാ ഗുണഭോക്താവ് കേരളം കൂടിയാണ് എന്ന് പറഞ്ഞങ്ങ് പോവുകയായിരുന്നു. കേരളം നമ്മളിപ്പം അങ്ങേക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ നാട് മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. ഇവിടെ വികസനമൊക്കെ ഉള്ളൊരു നാടാണിത്. അപ്പം ഇവിടുത്തെ ഒരു സവിശേഷ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് നിർദ്ദേശങ്ങളാണ് നമ്മുടെ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വച്ചത്. പക്ഷേ അതിനൊന്നും അനുഭാവപൂർണ്ണമായി പരിഗണിച്ചില്ല ഒരു പരാതിയാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനിയിപ്പം അതിവേഗ റെയിൽവേ എന്നൊരു സ്വപ്നം കേരളത്തിനുണ്ട്. ആ ആവശ്യം കൂടി കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇന്നലെ ഇപ്പം മന്ത്രി അശ്വിനി വൈഷ്ണവ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല. ശ്രീധരൻ പൊന്നാനിയിലെ ഈ ഓഫീസൊക്കെ തുറന്ന് അദ്ദേഹം DPR തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ അതിവേഗ ആഗ്രഹമെങ്കിലും പരിഗണിക്കാൻ സാധ്യതയുണ്ടോ ശ്രീ സദാനന്ദൻ? അങ്ങയുടെ ഭാഗത്ത് നടക്കാം, MP-മാരുടെ ഭാഗത്ത് നടക്കാം, അതിലൊരു സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം ഉണ്ടോ? ഉറപ്പായിട്ടും ഞാനൊരു ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാം. അതായത് എൻ്റെ ഓർമ്മയിൽ ഏതാണ്ടൊരു ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു, കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ കേരളത്തിലെ MP-മാരുടെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗം നേരിട്ടുള്ള ഒരു യോഗമായിരുന്നില്ല, മറിച്ച് ഒരു ഓൺലൈൻ യോഗമാണ്. വെർച്വൽ പ്ലാറ്റ്ഫോമിലായിരുന്നു ആ യോഗം നടന്നത്. ആ യോഗത്തിൽ കേരളത്തിൻ്റെതായി ഒരു ഏതാണ്ടൊരു 10-30ഓളം ആവശ്യങ്ങൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി MP-മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മളിത് നേടിയെടുക്കണം കേന്ദ്രത്തിൽ നിന്ന് എന്ന തരത്തിൽ. പക്ഷെ അതിനെ തുടർന്ന് അത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ എന്തെങ്കിലും ചടുലമായ നടപടികൾ സ്വീകരിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊരു വിവരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അത് കേവലം ഒരു ചടങ്ങിന് വേണ്ടി ഒരു മണിക്കൂർ 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തി എന്നുള്ളതിനപ്പുറത്ത് ആത്മാർത്ഥമായ ഒരു പരിശ്രമം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല. എന്ത് വേണമായിരുന്നു? ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ പെടുത്തി എന്ന് പറയുന്നു. അപ്പോൾ എന്താവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പെടുത്തിയത്? അതിനേത് മാർഗമാണ് ബഹുമാന്യായ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? നേരിട്ട് ആവശ്യപ്പെട്ടതാണോ, അതോ മന്ത്രിമാരെ അയച്ച് ആവശ്യപ്പെട്ടതാണോ, അതോ പാർലമെൻറ്റിലെ ഒരു പ്രതിനിധി സംഘത്തെ പറഞ്ഞയച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ വേണ്ടതാണ്. അങ്ങനെ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വേണ്ട സമയത്ത് വേണ്ട സ്ഥലങ്ങളിൽ ബോധ്യപ്പെടുത്തുക എന്നൊരു പ്രധാനമായ കർത്തവ്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റൊന്ന്, ഇനിയിപ്പം കേരള ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതിനപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ജനങ്ങൾക്കും ക്ഷേമം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നയം തന്നെയാണ്. നമുക്കറിയാമല്ലോ, കേരളം പലപ്പോഴും ദൈനംദിന ചെലവുകൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായ ഫണ്ട് അനുവദിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ CPIM ഉൾപ്പെടെ പിന്തുണച്ച UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന അവരുടെ കാലഘട്ടം, ഒരു 10 വർഷക്കാലം കേരളത്തിൽ ചില അവസരത്തിൽ 8ഓളം കേന്ദ്രമന്ത്രിമാർ പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ.
അങ്ങനെയുള്ള അവസരത്തിൽ പോലും നമുക്ക് കൈവരിക്കേണ്ട, നമുക്ക് നേടേണ്ട പല കാര്യങ്ങളും നേടാൻ സാധിച്ചിട്ടില്ല. UPA ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് നൽകിയ വിഹിതത്തിൻ്റെ ഇരട്ടിയിലധികമാണ്, അല്ലെങ്കിൽ 2 or 3 ഇരട്ടിയാണ് കേരളത്തിന് അനുവദിച്ച വിഹിതം എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തോട് എന്തെങ്കിലും ഒരു വിവേചനം കാണിച്ചുവെന്നോ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്നോ എന്ന് ഈ സ്ഥിതിവിവര കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ കഴിയില്ല. കേരളത്തോട് എന്നും അനുഭാവപൂർണ്ണമായ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ, PM ശ്രീ പദ്ധതി, ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ട്, ആദ്യം അംഗീകരിക്കുന്നു, പിന്നീട് രാഷ്ട്രീയമായ മലക്കം മറിച്ചിലുകൾ നടത്തുന്നു, അത് സ്വീകരിക്കില്ലെന്ന് പറയുന്നു. ആ നിലയ്ക്ക് കേരളത്തിന് ഗുണകരമാകുന്ന പദ്ധതികൾ നിഷേധിക്കുന്ന ഒരു ചരിത്രം കൂടി മുമ്പിലുണ്ടല്ലോ. നമ്മുടെ PM ശ്രീ പദ്ധതി വന്നിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഭാവി തലമുറയുടെ ഏറ്റവും ഉദാത്തമായ ഉത്കർഷം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ വിരോധം, അന്ധമായ രാഷ്ട്രീയ വിരോധം, അസഹിഷ്ണുത നിറഞ്ഞ സമീപനത്തിൻ്റെ ഫലമായിട്ട് നമുക്കത് നഷ്ടപ്പെടുകയാണ്. ജൽജീവൻ മിഷൻ എന്തുകൊണ്ടാണ്? ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിനൊപ്പം കേരള ഗവൺമെൻറ് കൂടി പങ്കാളികളാവേണ്ടതുണ്ട്. പക്ഷേ അതിനവർ തയ്യാറാകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പറയട്ടെ, നമ്മുടെ സഹോദരിമാരുടെ ആദ്യ പ്രസവത്തിൽ 6000 രൂപ എന്നൊരു അവർക്കൊരു സഹായധനം നൽകുന്ന പദ്ധതിയുണ്ട്. അതിൽ 5000 രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. 1000 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടത്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഒരു സഹോദരിക്കും 6000 രൂപ കിട്ടിയിട്ടില്ല. 5000 മാത്രമാണ് കിട്ടുന്നത്. കേന്ദ്രത്തിൻ്റെ വിഹിതം മാത്രമാണ് കിട്ടുന്നത്. സംസ്ഥാന സർക്കാർ ആ വിഹിതം കൊടുക്കുന്നില്ല. നമ്മുടെ 6 വരി പാതയുടെ കാര്യം എടുത്തു നോക്കൂ. ഏതാണ്ട് 75,000 കോടിയോളം രൂപ മതിപ്പ് ചെലവ് വരുന്ന പദ്ധതിയുടെ സ്ഥലമെടുപ്പിന് വേണ്ടി നീക്കിവെക്കേണ്ട പണത്തിൻ്റെ 20% മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. ബാക്കി മുഴുവൻ, അതായത് ഏതാണ്ട് 5000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. ബാക്കി മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റിയുടെ ഫണ്ടായിട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തോട് അനുഭാവപൂർണ്ണമായ, കേരളത്തെ ഉയർത്താനും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ധാരാളം പദ്ധതികൾ കേന്ദ്ര സർക്കാരുണ്ട്. അത് ബജറ്റിലെ പ്രഖ്യാപനം, അതിനെ തുടർന്നും നമ്മൾ ബജറ്റിലെ പ്രഖ്യാപനം മാത്രമല്ല ബജറ്റ് പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു വർഷത്തെ നമ്മുടെ ധനവിനിയോഗത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനപ്പുറത്ത് പ്രായോഗികമായ തലത്തിൽ കേരളത്തിന് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ എനിക്ക്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ MP എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കും. അതനുസരിച്ചുള്ള സമീപനം ഭാവിയിലുണ്ടാകും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ C. സദാനന്ദൻ, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.